യുദ്ധത്തെ തുടർന്ന് ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായും നശിച്ചുവെന്നും അവർ ഇനി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലായെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ പൂർണ്ണമായും തീർന്നു. ഇങ്ങനെ വ്യക്തമാക്കിയ ട്രംപ് അമേരിക്കയിൽ നിന്ന് അവർക്കിനി 10 പൈസ പോലും ധനസഹായമായി ലഭിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. യുദ്ധം കാരണം ഇറാന്റെ വ്യോമസേനയും നാവികസേനയും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളുമെല്ലാം പൂർണ്ണമായി തകർന്നടിഞ്ഞതായും ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ തുടർച്ചയായി എഴുതിയ കുറിപ്പുകളിലൂടെയാണ് ട്രംപ് തന്റെ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. ട്രംപിന്റെ നയങ്ങൾക്കെതിരെ സംസാരിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ കുറിപ്പുകൾ. യുദ്ധം കാരണം ഇറാൻ ഇല്ലാതായി കഴിഞ്ഞു. അവർക്കിപ്പോൾ സ്വന്തമായി ഒരു വ്യോമസേനയോ നാവികസേനയോ വിമാനവിരുദ്ധ സംവിധാനങ്ങളോ റഡാറുകളോ ഇല്ല. പ്രായോഗികമായി പറഞ്ഞാൽ അവർക്കിപ്പോൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല, ട്രംപ് എഴുതി. ഇറാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ ശക്തമായ നിലയിലാണെന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വാദങ്ങളെ ട്രംപ് കടുത്ത ഭാഷയിൽ പരിഹസിച്ചു. 4 മാസം മുൻപുള്ളതിനേക്കാൾ മികച്ച നിലയിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളതെന്നാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത്. ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ അവർക്കെങ്ങനെ സാധിക്കുന്നു? ആളുകൾക്ക് ഇത്രയും വിവരക്കേടുണ്ടാകാൻ കഴിയുമോ? ട്രംപ് ചോദിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾക്ക് മുൻകൈയെടുത്തത് അമേരിക്കയല്ല, മറിച്ച് ഇറാനാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഞങ്ങൾ എന്തെങ്കിലും സമ്മർദ്ദം ഉള്ളതുകൊണ്ടല്ല ചർച്ചയ്ക്ക് പോയത്, ഇറാൻ ആവശ്യപ്പെട്ടിട്ടാണ്. അവർ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു, ട്രംപ് കുറിച്ചു. നിലവിലെ കരാർ പ്രകാരമുള്ള 60 ദിവസത്തെ കാലാവധി അമേരിക്ക പൂർത്തിയാക്കുമെന്നും എന്നാൽ ഇറാന് യാതൊരുവിധ സാമ്പത്തിക ഇളവുകളും നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള 60 ദിവസത്തെ സമയക്രമമനുസരിച്ച് മുന്നോട്ട് പോകും. അവർക്ക് യാതൊരു പണവും കൊടുക്കില്ല, 10 പൈസ പോലും, ട്രംപ് ആവർത്തിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിമർശിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി രംഗത്തെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ട്രംപ് ഈ മറുപടി നൽകിയത്. ഒരു കരാർ ഉണ്ടാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് അതിയായി ആഗ്രഹിക്കുന്നതെന്നും അതിനായി ട്രംപ് എല്ലാവിധ സമ്മർദ്ദങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്നും ഖമേനി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരട് കരാർ ഒപ്പിട്ടതിനു ശേഷം ഇറാൻ ജനതയോട് സംസാരിക്കവെയാണ് മുജ്തബ ഖമേനി ഇക്കാര്യം പറഞ്ഞത്. താൻ തുടക്കത്തിൽ ഈ കരാറിനെ തത്വത്തിൽ എതിർത്തിരുന്നുവെന്നും എന്നാൽ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാനും ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗങ്ങളും രാജ്യത്തിന്റെ താൽപര്യങ്ങളും പ്രതിരോധ മുന്നണിയുടെ സുരക്ഷയും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് താൻ കരാറിന് അനുമതി നൽകിയതെന്നും ഖമേനി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാൻ പൂർണ്ണമായും തകർന്നുവെന്ന പ്രസ്താവനയുമായി ട്രംപ് രംഗത്ത് വന്നത്. യുദ്ധം കാരണം ഇറാന്റെ വ്യോമസേന നാവികസേനയെല്ലാം തകർന്നടിഞ്ഞുവെന്ന് ട്രംപ് അവകാശപ്പെട്ടാലും ഇറാൻ ഇതൊന്നും തന്നെ അംഗീകരിക്കുന്ന പക്ഷത്തല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും യുദ്ധം കാരണം ഇറാൻ ഇല്ലാതായി കഴിഞ്ഞുവെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്.